മൂന്നാമത്തെ ടൈമാണ്. ഞാൻ പറഞ്ഞ ഈ ഭക്തി പറയുന്നവർ, വിശ്വാസം പറയുന്നവർ ഏത് രീതിയിലാണ് ഈ പറഞ്ഞ എന്ത് സുരക്ഷാ പ്രശ്നത്തിന്റെ പേരിലാണെങ്കിലും ഈ പറയുന്ന 5 പാവ മനുഷ്യരല്ലേ, പ്രായമുള്ള മനുഷ്യരല്ലേ, വളച്ചു കെട്ടി ഒരു വഴിയൊക്കെ ഉണ്ടാക്കി കൊടുക്കാം. ഏത് രീതിയിലാണ് കാണുന്നത് കാണിക്കുന്നത്. ഞാൻ ഒറ്റ വീഡിയോടെ കാണിച്ചിട്ട് ഞാൻ ശ്രീ VP മുസ്തഫയിലേക്കാണ്. വെങ്കിടാചലം എന്ന് പറയുന്ന ഒരു പരിസ്ഥിതി പ്രവർത്തകൻ, അവിടുത്തെ ഞാത്താം സന്ദീപ്, വെങ്കിടാചലം എന്ന് പറയുന്ന ഒരു പരിസ്ഥിതി പ്രവർത്തകൻ, അവിടുത്തെ പരിസ്ഥിതി പ്രവർത്തകൻ, ആനപ്രേമിയൊക്കെയാണ് അദ്ദേഹം. ഇന്ന് ഫേസ്ബുക്കിലൊരു വീഡിയോ ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കാവോ? പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്വച്ഛ ഭാരത് അഭിയാന്റെ ഇന്ത്യൻ അംബാസിഡറായിട്ട് അറിയപ്പെടുന്ന വ്യക്തിയാണ്. അങ്ങേര് വന്നുപോയി ഇന്നലെ തൃശ്ശൂർ നഗരത്തില് വടക്കുന്നാ ക്ഷേത്ര മൈതാനത്തില് വടക്കുന്നാ ക്ഷേത്രത്തിന്റെ മതിലിന്റെ അടിയിലുള്ള ഏറ്റവും വലിയ ഉയർന്ന ബേസ്മെന്റിന്റെ സൈഡില് കാണുന്നത് ഭക്ഷ്യ വേസ്റ്റാണ്. പ്ലാസ്റ്റിക് വേസ്റ്റ്, ഭക്ഷ്യ വേസ്റ്റ്. കഴിഞ്ഞ ആഴ്ചയാണ് ഹൈക്കോടതി പറഞ്ഞത് വടക്കുന്നാ ക്ഷേത്ര മൈതാനം എന്നറിയപ്പെടുന്ന തേക്കങ്കാട് മൈതാനത്തിൽ ബയോഡിഗ്രേഡബിളോ നോൺ ബയോഡിഗ്രേഡബിളോ ആയിട്ടുള്ള യാതൊരുവിധ വേസ്റ്റ് സാധനങ്ങളും സൂക്ഷിക്കരുത്, അതൊന്നും അവിടെ കൊണ്ട് ഇടരുത് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇട്ടിട്ടെടുത്ത് മാറ്റാനല്ല ഹൈക്കോടതി പറഞ്ഞിട്ട്, അത് അവിടെ ഇടരുതെന്നാണ്. പക്ഷേ സ്വച്ഛ ഭാരത് അഭിയാന്റെ ഇന്റർനാഷണൽ അംബാസഡറായിട്ടുള്ള മോഡി വന്നുപോയ തേക്കങ്കാട് മൈതാനത്തിൽ ഇമാതിരി ഭക്ഷ്യ വേസ്റ്റുകളും ബയോഡിഗ്രേഡബിൾ വേസ്റ്റുകളും നോൺ ബയോഡിഗ്രേഡബിൾ വേസ്റ്റുകളും വെങ്കടാചലത്തിലൊക്കെ അറിയാം, എല്ലാവർക്കും അറിയാവുന്ന ആളാണ്. ഞാൻ VP മുസ്തഫയിലേക്ക് സന്ദീപ് വാര്യർ, വിശ്വാസികൾക്കുണ്ടായ ബുദ്ധിമുട്ട് പോകട്ടെ, സങ്കടം പോകട്ടെ, ശ്രീ TR ഹരിഹരൻ കണ്ണു നിറഞ്ഞുകൊണ്ട് പറയുന്ന അവരുടെ കുടുംബത്തിലെ ഒരാളായ ആൽമരം യാതൊരു ഈ പറയുന്ന അവരുടെ വിശ്വാസപ്രകാരം ഒന്നും നോക്കാതെ അത് വെട്ടിമുടിപ്പിച്ചത് പോകട്ടെ, ഈ പറയുന്ന അവിടെ ഇട്ടിരിക്കുന്ന ഈ പറയുന്ന വേസ്റ്റെങ്കിലും എടുത്തു മാറ്റാൻ നിങ്ങളുടെ BJP ഇന്നിപ്പോൾ അവിടെ ഒരു ഗുണ്ട കണക്കെ പ്രവർത്തിച്ച് നിങ്ങളുടെ BJP ജില്ലാധ്യക്ഷനോടൊന്ന് പറയണം ശ്രീ സന്ദീപ് വാര്യർ. അത് മര്യാദയാണ്. അല്ല ഹാഷ്മി, എന്നെ പൂർണ്ണമായി പറയാൻ സമ്മതിക്കണം. ഒരല്പസമയം തന്നെ. കാരണം ആരോപണം എന്ന് പറയുന്നത് വസ്തുതാവിരുദ്ധമായിട്ട് ഉള്ള ചില കാര്യങ്ങളുടെ മേൽ കെട്ടിപ്പൊക്കപ്പെട്ട ആരോപണമാണ്. ഈ വടക്കുന്നാഥ ക്ഷേത്ര സമിതിയുടെ ഭാരവാഹി അദ്ദേഹം ഇത് സംബന്ധിച്ച് ഇത് SPG ആവശ്യപ്പെട്ടതനുസരിച്ചാണോ ഈ ആൾ മുറിച്ചത് എന്ന് അദ്ദേഹം പറയുന്നില്ല. ദേവസ്വം ബോർഡിന്റെ തീരുമാനമാണെന്നോ, അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ട് മഠത്തിൽ വരവ് പഞ്ചവാദ്യം തുടങ്ങുന്നതിൻ്റെ അവിടെയുള്ള ആൽമരം മുറിച്ചു എന്നുള്ളതിനെക്കുറിച്ച് അദ്ദേഹം പറയുന്നില്ലല്ലോ. അപ്പോൾ ഞാൻ കൃത്യമായി പറയുന്നു, ഈ ആൽമരം മുറിച്ചതുമായി ബന്ധപ്പെട്ട് പ്രധാനമന്ത്രി സന്ദർശനവുമായി ബന്ധപ്പെട്ട് ഒരു ബന്ധവുമില്ല. 1. 2, നിങ്ങൾക്കറിയാം 5 ദിവസം അടച്ചുപൂട്ടി എന്ന് പറഞ്ഞു. അങ്ങനെയുണ്ടെങ്കിൽ അതിൻ്റെ മറുപടി പറയേണ്ടത് സംസ്ഥാന ഗവൺമെൻറ്, സംസ്ഥാനത്തെ പോലീസുമാണ്. ഈ സംസ്ഥാനത്തേക്ക് വരുന്ന പ്രസിഡന്റും പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ള VVIPകളുടെ സെക്യൂരിറ്റിയുടെ ചുമതല അത് സംസ്ഥാന സർക്കാരിൻ്റെയും സംസ്ഥാന ആഭ്യന്തര വകുപ്പിൻ്റെതുമാണെന്ന് ആർക്കറിയാത്തത്? അവിടെ BJPക്ക് എന്ത് റോളാണ് അതിലുള്ളത്? ഈ പ്രധാനമന്ത്രിയുടെ എന്തെങ്കിലും റോൾ ഉണ്ടോ? BJPക്ക് റോളുമില്ലേ? ക്ഷേത്രത്തെ കുറിച്ച് ആചാരങ്ങളെ കുറിച്ച് ഇപ്പൊ അവിടെ തൃശ്ശൂരിൽ ക്ഷേത്രാചാരങ്ങൾ ഇടപെടുന്നു എന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ത്യ സഖ്യത്തെ കുറ്റപ്പെടുത്തിയ സ്ഥലമാണ്. അവിടെ വിശ്വാസികൾ അവരുടെ വിശ്വാസാവകാശം നിഷേധിക്കപ്പെടുന്നു പറയാൻ BJPക്ക് ഒന്നും ഇടപെടാനില്ലേ? നിങ്ങൾ അറിഞ്ഞിട്ട് പോലും ഇല്ല വിഷയം അല്ലേ സന്ദീപേ? ഇത്രേ ഉള്ളു കേട്ടോ നിങ്ങളുടെ വിശ്വാസ സംരക്ഷണം, ആചാര സംരക്ഷണം. അത് പറയാൻ വേണ്ടി പറഞ്ഞേ. അല്ല ഹാഷ്മി, അങ്ങനെയല്ല. ഹാഷ്മി, വസ്തുതകളായിട്ട് സമീപിക്കണം. ഈ ഒരു കാര്യം പറയുന്ന സമയത്ത് അതിനെ ഇങ്ങനെയുള്ള ലോജിക്ക് വെച്ചിട്ടല്ല ചോദ്യം ചെയ്യേണ്ടത്. ഞാൻ കൃത്യമായി പറയുന്നു, ഒരു VVIPയുടെ സന്ദർശനമുള്ള സമയത്ത്, VVIP സന്ദർശനം നടക്കുന്ന സമയത്ത് സംസ്ഥാന ഗവൺമെൻറ്റാണ് സെക്യൂരിറ്റി പ്രോട്ടോകോൾ അറേഞ്ച് ചെയ്യുന്നത്. സെക്യൂരിറ്റി എങ്ങനെ കൊടുക്കണമെന്ന് തീരുമാനിക്കുന്നത് സംസ്ഥാനത്തെ പോലീസ് സേനയാണ്, സംസ്ഥാനത്തെ ആഭ്യന്തര വകുപ്പാണ്. അവിടെ ഒരു പൊളിറ്റിക്കൽ പാർട്ടി, അത് BJP ഭരിച്ചാലും കോൺഗ്രസ് ഭരിച്ചാലും ഇനി നാളെ 3ാം മുന്നണി ഭരിച്ചാലും ഇപ്പോൾ പറയുന്നതിന് മുമ്പല്ലാതെ ഏതെങ്കിലും BJP നേതാവിന് K. സുരേന്ദ്രന്, അവിടുത്തെ ജില്ലാ അധ്യക്ഷന്, ആർക്കെങ്കിലും നിങ്ങൾ എന്താണ് ഇപ്പോൾ തൃശ്ശൂർ പൂരം പോലും രാഷ്ട്രീയവൽക്കരിക്കുന്നു എന്ന് അവാസ്തവം പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞ് അതിൽ പോലും രാഷ്ട്രീയ മുതലെടുപ്പ് നടത്തുമ്പോൾ ശ്രീ TR ഹരിഹരൻ ഇപ്പോൾ ഇവിടെ ഒന്ന് പറയുമ്പോഴല്ലാതെ ആർക്കെങ്കിലും എന്തെങ്കിലും സൂചന ഉണ്ടായി ഇതിനെപ്പറ്റി? സന്ദീപ്, ആരെങ്കിലും അന്വേഷിച്ചു ആ കാര്യം? ഇത് അവിടെ തേക്കിൻകാട് മൈതാനിയിൽ ഹൈക്കോടതി ഉത്തരവുള്ളതാണ്. രാഷ്ട്രീയ പാർട്ടിയുടെ കൊടി കയറ്റത് പോട്ടെ, അത് ലംഘിച്ചു. അവിടെ കൊണ്ട് വേസ്റ്റ് കൂട്ടിയിട്ടേക്കാണ് ഇപ്പോഴും. കുറച്ച് ആത്മാർത്ഥം, വാക്കിൽ കുറച്ച് ആത്മാർത്ഥം വേണ്ടേ സന്ദീപ് നിങ്ങൾ പറയുന്നത്? ഹൈക്കോടതിയുടെ ഉത്തരവ് BJPക്ക് ഹാഷ്മി ഒന്നുകിൽ എന്നെ മറുപടി പറയാൻ സമ്മതിക്കണം, അല്ലെങ്കിൽ ഞാൻ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നില്ല. അല്ലേ വേണ്ടത്? അല്ല പറയൂ. തുടർച്ചയായി ഡിസ്റ്റർബ് ചെയ്യരുത്. അല്ല പറയൂ. അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾക്ക് മറുപടി പറയട്ടെ. 1, വടക്കുംനാഥ ക്ഷേത്ര മൈതാനത്തിൽ രാഷ്ട്രീയ പാർട്ടികളെ പരിപാടികൾ നടത്തരുത് എന്നുള്ള ഹൈക്കോടതി ഉത്തരവുണ്ടെങ്കിൽ ആ ഉത്തരവ് അവിടെ പാലിക്കേണ്ടത് സംസ്ഥാന സർക്കാരാണ്, കൊച്ചിൻ ദേവസ്വം ബോർഡാണ്. കൊച്ചിൻ ദേവസ്വം ബോർഡ് ഭരിക്കുന്നത് BJP അല്ല, സംസ്ഥാന സർക്കാർ BJP അല്ല ഭരിക്കുന്നത്. അവിടെ വിവിധ രാഷ്ട്രീയ പാർട്ടികൾ, നവകേരള സദസ്സ് ഉൾപ്പെടെയുള്ള വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ വിവിധ പരിപാടികൾ കാലങ്ങളായി നടന്നു വരുന്നതാണ്. അത് തടയണമെങ്കിൽ സംസ്ഥാന സർക്കാർ അതിൻ്റെ നടപടിയെടുക്കണം. അങ്ങനെ ഉണ്ടെങ്കിൽ അത് BJPയോട് പറയണമായിരുന്നു. കൊച്ചിൻ ദേവസ്വം ബോർഡ് പെർമിഷൻ കൊടുക്കരുതായിരുന്നു. ഞങ്ങൾ നിയമപരമായിട്ട് കൊച്ചിൻ ദേവസ്വം ബോർഡിന് അടയ്ക്കേണ്ട പൈസ അടച്ച്, ദേവസ്വം ബോർഡ് ആവശ്യപ്പെട്ട പണം അടച്ച്
വാടകയ്ക്കെടുത്ത് അവിടെ പരിപാടി നടത്തിയിട്ടുള്ള ആളുകൾ മാത്രമാണ്. ഒന്ന്. രണ്ട്, നേരത്തെ അങ്ങ് ചോദിച്ച ചില ചോദ്യങ്ങളുണ്ട്. BJP ജില്ലാ അധ്യക്ഷനെ നിങ്ങൾ ഗുണ്ടെന്ന് വിളിച്ചു. നിങ്ങൾ ഞങ്ങൾ വാടകയ്ക്ക് കൊണ്ടുവന്ന സ്റ്റേജ് സമാനമായെന്ന് പറഞ്ഞാണ് ഞാൻ. അദ്ദേഹം ഇറങ്ങി നിന്ന് അടിക്കാൻ ആഹ്വാനം ചെയ്യുകയാണ്. അദ്ദേഹം ഇറങ്ങി നിന്ന് അടിക്കാൻ ആഹ്വാനം ചെയ്യുകയാണ്. അദ്ദേഹത്തിന്റെ ഡ്രൈവർ ഒരു വലിയ പട്ടിയ കമ്പിയുമായി അവിടെ അടിക്കാൻ നിൽക്കുകയാണ്. അദ്ദേഹത്തിന്റെ കൂടെ മുടി വളർത്തിയ കക്ഷി അടിക്കാൻ ആഹ്വാനം ചെയ്യുകയാണ്. ഈ പറയുന്ന യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ വണ്ടി കയറ്റി കൊണ്ടുപോകുമ്പോഴും വാ 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 വാന്ന് വിളിച്ച് പ്രകോപനം ഉണ്ടാക്കുകയാണ്. പിന്നെ ഗുണ്ടാ സമാന ഇടപെടലല്ലേ അത്? ഹാഷ്മി ഞാൻ പറയട്ടെ, അല്ല ഹാഷ്മി, വടക്കുന്നാഥ ക്ഷേത്ര മൈതാനത്തേക്ക് മാത്രമായിട്ടല്ലായിരുന്നു പ്രതിഷേധം. അവിടെ BJP വാടകയ്ക്കെടുത്ത് BJP പണം കൊടുത്ത് വാടകയ്ക്കെടുത്ത ക്ഷേത്ര മൈതാനത്ത് BJPയുടെ കസ്റ്റഡിയിൽ നിൽക്കുന്ന അതേ സമയത്ത് അവിടെ ലക്ഷക്കണക്കിന് രൂപയുടെ എക്യുപ്മെന്റ്സ്, ലക്ഷക്കണക്കിന് രൂപയുടെ സ്റ്റേജ് അവിടെ നിൽക്കുകയാണ്. ആ സ്ഥലത്തേക്കാണ് ട്രസ് പാസ് ചെയ്ത് യൂത്ത് കോൺഗ്രസ്സുകാർ പ്രവർത്തിക്കാൻ ശ്രമിക്കുന്നത്. അത് സംരക്ഷിക്കേണ്ട ബാധ്യതയുള്ളത് BJPയുടെ ജില്ലാ അധ്യക്ഷനാണ്. ആ ജില്ലാ അധ്യക്ഷനെ സംരക്ഷിക്കാൻ വേണ്ടി ഏതറ്റം പോകും. കാരണം അതിന്റെ പണം മുടക്കേണ്ടത് ഏതറ്റം വരെയും പോകും. പോലീസ് നടപടിയില്ലെങ്കിൽ പോലീസ് തടയുന്നുണ്ടായിരുന്നു. സാർ ആ വിഷയം കണ്ടല്ല, ആ വിഷ്വൽ കാണിക്കാൻ പറ്റുമോ? പോലീസ് ഇവരെ പിടിച്ചുകൊണ്ട് പോകുമ്പോഴും നിങ്ങളുടെ ഈ പട അവിടെ നിന്ന് ആക്രോശിക്കുകയാണ് അവർക്ക് നേരെ. അല്ല ഹാഷ്മി, സ്വാഭാവികമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇതൊക്കെ നാട്ടിൽ സ്വാഭാവികമായിട്ട് നടക്കുന്നതല്ലേ? രണ്ട് രാഷ്ട്രീയ പാർട്ടിയുടെ ചെറുപ്പക്കാർ തമ്മിൽ സംഘർഷം ഉണ്ടാകുന്ന സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും വോഗാവിലേക്ക് സ്വാഭാവികമായിട്ട് നടക്കുന്ന കാര്യമാണ്. പക്ഷേ BJPയുടെ ജില്ലാ അധ്യക്ഷൻ, ഉത്തരവാദിത്തപ്പെട്ട പാർട്ടിയുടെ നേതാവ് എന്ന നിലയ്ക്ക്, ആ പരിപാടിയുടെ സംഘാടകൻ എന്നുള്ള നിലയ്ക്ക് അത് സംരക്ഷിക്കാനുള്ള ബാധ്യതയുണ്ടെന്നേ. അപ്പൊ സ്വാഭാവികമായിട്ട് അദ്ദേഹത്തിന് വൈകാരികത ഉണ്ടാവും, അദ്ദേഹം മുന്നിൽ നിൽക്കും. പിന്നെ VD സതീശനെ പോലെ അല്ലല്ലോ അദ്ദേഹം ചെറുപ്പക്കാരെ വിട്ടുകൊടുത്ത് സ്വന്തം പാർട്ടിയിലെ പ്രവർത്തകരെ മറ്റാർക്കെങ്കിലും മർദ്ദിക്കാൻ വിട്ടുകൊടുത്ത് മാറി നിൽക്കുന്നയാളല്ലോ അദ്ദേഹം. മുന്നിൽ നിന്ന് ആ പരിപാടിക്ക് നേതൃത്വം കൊടുത്തിട്ടുണ്ടെങ്കിൽ അക്രമത്തിന് ആഹ്വാനം ചെയ്യൽ പരിപാടിക്ക് നേതൃത്വം കൊടുക്കലല്ല, അക്രമത്തിന് ആഹ്വാനം കൊടുക്കലാണ്. അടിക്കടിക്കെന്ന് പറഞ്ഞ ആഹ്വാനം കൊടുക്കലാണ് ചെയ്യുന്നത്. അത് ഈ പറയുന്നതിന് സമയത്ത് നേതൃത്വം കൊടുക്കലല്ല. പോട്ടെ അതുപോലെ ഞാൻ VP മുസ്തഫയിലേക്ക് എത്തുന്നതിന് മുൻപ് ശരി നമുക്ക് അടുത്ത ഘട്ടത്തിൽ അദ്ദേഹം അക്രമത്തിന് ആഹ്വാനം ചെയ്തിട്ടില്ല. ആക്രമിക്കാൻ വന്ന ആളുകളെ ഡിഫെൻഡ് ചെയ്തിട്ടേ ഉള്ളൂ. അക്രമത്തിന് ആഹ്വാനം ചെയ്യലാണ്, അടിക്കെന്ന് പറയുകയാണ്. അദ്ദേഹത്തിന്റെ ഡ്രൈവർ പട്ടികയുമായി നിൽക്കുകയാണ്. അദ്ദേഹത്തിന്റെ ഡ്രൈവർ നീളമുള്ള പട്ടികയുമായി നിൽക്കുകയാണ് അടിക്കാൻ വേണ്ടി. BJPയുടെ പ്രവർത്തനമാണ്. പട്ടികയുമായി ജില്ലാ അധ്യക്ഷന്റെ ഡ്രൈവർ പട്ടികയുമായി അടിച്ചു പോലീസ് എന്തിനാണ് നിങ്ങൾ നടത്തിയപ്പോൾ നിങ്ങളെ ഏൽപ്പിച്ചാൽ പോലെ? ശരി ഓക്കെ